നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മാനവരാശിയെ മുഴുവൻ ചോദ്യത്തിന്റെ മുൾമുനയിലും ഭയത്തിന്റെ മുൾമുനയിലും നിർത്തിയതാണ് കോവിഡ് മഹാമാരി. ജീവനോടൊപ്പം തന്നെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിലും വലിയ ആഘാതമായിരുന്നു ഇത് തീർത്തത്. ജനുവരി 29-ന് UAE ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തതോടെ മധ്യപൂർവ്വ ദേശത്ത് കോവിഡ് ബാധ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ആദ്യ രാജ്യമായി UAE മാറുകയായിരുന്നു. ക്രമേണ കോവിഡ് പകരാൻ തുടങ്ങി. ബാധിതരുടെ എണ്ണവും പെരുകി വന്നു. ഒടുവിൽ മാർച്ച് 22-ന് രാജ്യം 11 ദിവസത്തെ അണുനശീകരണത്തിനായി ഒരുങ്ങി. 4 ദിവസത്തിന് ശേഷം രാത്രിയിലും അണുനശീകരണം വ്യാപിപ്പിക്കുകയും ചെയ്തു. മാർച്ച് 25-ന് വിമാന സർവീസുകൾ അടച്ചു. ജോലി നഷ്ടപ്പെടുന്നത് പ്രവാസികളെ വലച്ചു തുടങ്ങി. എന്നാൽ മനക്കരുത്തോടെ ഇച്ഛാശക്തിയോടെ UAE തിരിച്ചുവരവിന്റെ വക്കിലാണ്. ജൂൺ 18 മുതൽ വ്യവസ്ഥകൾക്ക് ഇളവുകൾ നൽകി ദുബായ് വാതിലുകൾ ഓരോന്നായി തുറന്നതോടെ ജീവിതവും ചലിച്ചു തുടങ്ങി. കോവിഡിന്റെ അടച്ചിടൽ നാളുകൾ പകർന്നു നൽകിയ പുതിയ പാഠങ്ങളിലൂടെ ആദ്യങ്ങൾ നൽകിയ ഓർമ്മകളുടെ കരുത്തിൽ മുന്നേറാൻ ശ്രമിക്കുകയാണ് പ്രവാസി ലോകം. പ്രവാസി മലയാളികളും അങ്ങോട്ട് കുതിക്കാനൊരുങ്ങുകയാണ്. പലർക്കും ഷോപ്പിംഗ് കുറഞ്ഞു, പ്രാർത്ഥന വീട്ടിലിരുന്നായി, വരുമാനം കുറഞ്ഞു, ചെലവുകൾ കുറയ്ക്കാൻ പഠിച്ചു, ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ കളയുന്ന ശീലം മാറി, ആഹാരം കളയുന്ന ശീലം ഉപേക്ഷിച്ചു. അങ്ങനെ പ്രവാസികളായി നമുക്ക് പലതും ഈ കോവിഡ് കാലത്ത് പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞു എന്നത് അതിശയം തന്നെയാണ്. ഈ പാഠങ്ങൾ നാം മറക്കാതിരിക്കട്ടെ. ഇനിയും നമ്മൾ അതിജീവിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.